നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാണ്. മീനിന് നമ്മൾ സിമ്പിളായിട്ട് ആവറേജ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. അതുപോലെ നമുക്ക് മീഡിയനെ എന്ത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഡിൽ ടേം എന്ന് പറയാം. ഓക്കെ, മിഡിൽ ടേം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇനി വരാൻ ചാൻസ് ഉള്ളത്, ഓക്കെ, വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് ടേംസ് ഒന്നെങ്കിൽ ഈവൻ ആകാം, അല്ലെങ്കിൽ ഓടാകാം. ഈ രണ്ട് ചാൻസാണ് വരാനുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് എഴുതി. ഓക്കെ, 1 2 4 5 ഇതിൽ മൊത്തം 4 ടേംസാണ് ഉള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 4 ടേംസാണ് ഉള്ളത്. അതായത് നമ്പർ ഓഫ് ടേംസ് എത്രയാ? 4. ഈ 4 ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് പെയർ ചെയ്തെന്ന് വിചാരിച്ചു. ഓക്കെ, അല്ലെ, ലെഫ്റ്റും റൈറ്റിൻ്റെ വെച്ച് രണ്ടെണ്ണം പെയർ ചെയ്തെന്ന് വിചാരിച്ചു. കറക്റ്റായിട്ട് ഒരു മിഡിൽ ടൈം ഉണ്ടാകത്തില്ല, അല്ലേ? ഒരു മിഡിൽ ടൈം ഈ നമ്പേഴ്സിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ മിഡിൽ ടേം എന്ന് പറയുന്നത് ഈ 4/2, അതായത് സെക്കൻഡ് ടേമിനും തേർഡ് ടേമിനും ഇടയിലായിരിക്കും. സെക്കൻഡ് ടേമിനും തേർഡ് ടേമിനും ഇടയിലായിരിക്കും. അപ്പോൾ സെക്കൻഡ് ടേമിനും തേർഡ് ടേമിനും ഇടയിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ട് നമ്പറിൻ്റെ ആവറേജ് എടുത്ത് വെക്കും. ആ രണ്ട് നമ്പറിൻ്റെ ആവറേജ് എടുത്ത് വെക്കും. എത്ര വരും? 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ ഓക്കെ, 1 2 3 4 5 എന്ന് പറഞ്ഞ് എഴുതി. മൊത്തം 5 ടേംസ് ഉണ്ട്, അല്ലേ? 5 ടേംസ് ഉണ്ട്. 5 ടേംസിൽ നിങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കട്ട് ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ ഈ 3 മിഡിൽ ടൈം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ നിങ്ങൾക്ക് ഓക്കെ, ഇവിടെ ഏതാ? 4 മിഡിൽ ടൈം. ഓക്കെ, മൊത്തം എത്ര ടൈം ഉണ്ട്? 5 ടൈമുണ്ട്. 5 ടൈം ഉണ്ടെങ്കിൽ 5+1/2, അതായത് തേർഡ് ടൈം ആയിരിക്കും എന്തെന്ന് പറയുന്നത് മിഡിൽ ടൈം. അതായത് ഇപ്പോൾ n ആണെങ്കിൽ n+1/2 ടൈം ആയിരിക്കും മിഡിൽ ടൈം. ഇവിടെ മൂന്നാമത്തെ ടൈം ഏതാ? 4 വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ട ഒരു ബേസിക് സ്റ്റെപ്പ് ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ബേസിക് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡർ, അത് ഞാൻ ആ മോഡൽസ് പറയുമ്പോൾ പറയാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റാൻഡമായിട്ട് കുറച്ച് നമ്പേഴ്സ് തരും, എന്നിട്ട് നമുക്ക് അതിൻ്റെ മീഡിയം ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറേ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതണം. ഇപ്പോൾ 1 2 പ്രാവശ്യം റിപ്പീറ്റ് ഉണ്ടെങ്കിൽ ഓരോന്ന് എഴുതിയാൽ പോരാ, 2 പ്രാവശ്യം ഒന്ന് എഴുതണം. ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഒരു 2 ഉണ്ട്, പിന്നെ 3 ഒരെണ്ണം ഉണ്ട്, 4 രണ്ടെണ്ണം ഉണ്ട്, 5 രണ്ടെണ്ണം ഉണ്ട്, ഒരു 6 ഒരു 7, മൊത്തം 4 4 8 2 10 ടൈമുണ്ട്. 10 ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന എന്താ? 10 ടൈം ഉണ്ടെങ്കിൽ 10/2 അഞ്ചാമത്തെയും ആറാമത്തെയും നമ്പറിൻ്റെ ഇടയിലായിരിക്കും എന്ത് വരാൻ പോകുന്നത്? നമ്മുടെ മീഡിയം വരാൻ പോകുന്നത്. ഇവിടെ അഞ്ചാമത്തെയും ആറാമത്തെയും നമ്പർ ഏതാണ്? 4ഉം 5ഉം. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുത്താൽ മതി. അപ്പോൾ 4 തന്നെയായിരിക്കും ഇതിൻ്റെ മീഡിയനായിട്ട് വരാൻ പോകുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഇട്ട് ചോദിക്കും. ഇപ്പം നമ്മളിവിടെ കണ്ടു 1 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, 3 ഒരു പ്രാവശ്യം. ഇതൊരു ടേബിളായിട്ട് തന്നിട്ട് അതിൻ്റെ മീഡിയം കണ്ടുപിടിക്കാൻ പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാണിക്കുവാണെങ്കിൽ ആ ഇത് ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അസെൻഡിങ് ഓർഡറിലാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇപ്പോൾ നോക്കുക 3 5 7 8 അസെൻഡിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. സപ്പോസ് ഈ ഒരു ഡേറ്റ നമുക്ക് തെറ്റിച്ചാണ് 5 4 പ്രാവശ്യം 3 2 പ്രാവശ്യം ഇങ്ങനെ തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഈ ടേബിളിനെ തന്നെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അത് ഏത്? ഈ എക്സിൻ്റെ അനുസരിച്ച്, ഫ്രീക്വൻസിക്ക് അനുസരിച്ചല്ല, നമ്മുടെ വാല്യൂവിനനുസരിച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ ഇവിടെ അസെൻഡിങ് ഓർഡറാണ്, അപ്പോൾ കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത് നോക്കണം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്തിനാണ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ടൈം ഉണ്ടെന്ന് അറിയാനാണ്. ഇവിടെ ഇപ്പോൾ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4 ടൈമായി. 5 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം എത്ര ടൈമായി? 4 2 6ആയി. അടുത്ത 7 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയായി? 6 3 9ആയി. അടുത്ത 8 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയായി? 9 4 13 ടൈമായി. ഓക്കെ, നമ്മൾ നേരത്തെ പിടിച്ച് എഴുതുവാണെങ്കിൽ ഇങ്ങനെ 3 3 3 3 4 പ്രാവശ്യം റിപ്പീറ്റ് ആയി.
5 2 പ്രാവശ്യം, 7 3 പ്രാവശ്യം. ഓക്കെ, 7 3 പ്രാവശ്യം. നമുക്ക് 8 എത്രയാ? 4 പ്രാവശ്യം. ഇതാണ് അവർ തന്നിരിക്കുന്ന ഡേറ്റ. ഇത് നമുക്ക് ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? മൊത്തം 13 ടൈം ഉണ്ടെന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, 13 ടൈം ഉണ്ട്. അല്ലെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി വെച്ചാലും മതി. 13 ടേം ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? 13 + 1 = 2. ഏഴാമത്തെ ടേം അല്ലേ? ഏഴാമത്തെ ടേം ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ എന്തായിട്ട് കിട്ടാൻ പോകുന്നത്? മീഡിയൻ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ 4 2 6, ഏഴാമത്തെ ടേം ഏത് തന്നെ? 7 തന്നെയാണ്. ഏഴാമത്തെ ടേം 7 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? ടേബിളിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടം വരെ വരുമ്പോൾ 6 ടേം തീർന്നു അല്ലേ? ഇവിടം വരെ വരുമ്പോൾ 6 ടേം തീർന്നു. ഇനിയുള്ള 2 ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? 7 ആയിരിക്കും. അതായത് 6 ടു 9 അത്രയും ടേം ഏതായിരിക്കും? നമ്മുടെ 7 തന്നെയായിരിക്കും. അപ്പോൾ ടേബിളിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഏഴാമത്തെ ടേം ഇവിടെ വരെ 6 തീർന്നു. ഏഴാമത്തെ ടേമായിട്ട് വരാൻ പോകുന്ന ഏതായിരിക്കും? ഈ ഒരു ഇതിലായിരിക്കും. അപ്പോൾ 7 ആയിരിക്കും നമ്മുടെ മീഡിയനായിട്ട് വരുന്നത്. ഇത് അടുത്ത മോഡൽ. ഇനി അടുത്ത മോഡലും നമുക്ക് കൂടി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്പർ തന്നു, അതായത് എക്സിൻ്റെ വാല്യൂ തന്നു. നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയില്ല. ഓക്കെ, എക്സിൻ്റെ വാല്യൂ അറിയത്തില്ല. അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റേഞ്ച് ആയിട്ട് തരുമെന്ന് വിചാരിച്ചോ. റേഞ്ച് ആയിട്ട് തരുമെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്? 0-നും 10-നും ഇടയ്ക്ക് 20 നമ്പർ, 10-നും 20-നും ഇടയ്ക്ക് 30 നമ്പർ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ചെക്ക് ചെയ്യേണ്ട അസെൻഡിങ് ഓർഡറിലാണോ എന്ന് ചെക്ക് ചെയ്യാം. അസെൻഡിങ് ഓർഡറിലാണ്. ഈ റേഞ്ചും അസെൻഡിങ് ഓർഡറിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലായാലോ? 0-നും 10-നും ഇടയ്ക്ക്. അപ്പം നമുക്ക് അറിയത്തില്ല അല്ലേ? അറിയത്തില്ല. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പ്ലസ് n/2 മൈനസ് CF/F/H. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് ഇങ്ങനെ തന്ന, അതായത് റേഞ്ച് തന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മീഡിയം ചോദിച്ചാലുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ക്യൂമുലേറ്റീവ് എടുത്ത് വെക്കുക. 20 20 30 50, 50 40 90, 90 10 100, 100 50 150 അല്ലേ? 150 150 എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമുക്ക് 75 അല്ലേ? അല്ലെങ്കിൽ 75-നും 76-നും ഇടയ്ക്ക് നമുക്ക് പറയാം. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, എന്ന് പറയുമ്പോൾ ഈ 75 അല്ലെങ്കിൽ 75-ാമത്തെ നമ്പർ കിടക്കുന്ന റോ. 75-ാമത്തെ നമ്പർ ഏതിലാണ് വരുന്നത്? ഇവിടം വരെ 50. അപ്പോൾ ഏതായിരിക്കും? ഈ ഒരു ഇതിലായിരിക്കും എന്തെന്ന് പറയുന്ന ആ ഒരു 75-ാമത്തെ വന്ന് കിടക്കുന്നത്. ആ വരുന്നതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി, ലോവസ്റ്റ് റേഞ്ച് എത്ര? 20. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര? 20. ഇനി n/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്പർ ടേംസ് ഉണ്ടെന്ന്? 150 നമ്പർ ഉണ്ട്. /2 മൈനസ് CF എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്ര? 50. ഇനി F എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 70th അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുത്തില്ലേ, അത് ഏത് റേഞ്ചിൽ ഏത് റോയിലാണോ വരുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എത്ര? 40. ഇനി H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ച് തമ്മിലുള്ള വ്യത്യാസം 10. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 75 ആവുമ്പോൾ 25/4. 25/4 എന്ന് പറയുമ്പോൾ 6.25. 26.25 ആയിരിക്കും നമ്മുടെ മീഡിയനായിട്ട് വരുന്നത്. അതായത് 20-നും 30-നും ഇടയ്ക്കുള്ള 26.25 ആയിരിക്കും മീഡിയനായിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ ചെക്ക് ചെയ്യുക. ചില സമയത്ത് ഓപ്ഷനകത്ത് നമ്പേഴ്സ് 36.2, 52.2 അങ്ങനെയൊക്കെ തരും. നമുക്കറിയാം 20-നും 30-നും ഇടയ്ക്കേ വരുള്ളൂ എന്നറിയാം. അങ്ങനെ നമുക്ക് ഇതാക്കാം. ഇനി ആക്ച്വലി ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി 20, അതുപോലെ തന്നെ 50, 90, 100, 150. ഓക്കെ, 150. നമുക്ക് അറിയാവുന്ന കേസ് ആദ്യം തന്നെ 150 എടുക്കുക. അതിൻ്റെ പകുതി എത്ര വരും? 75 അല്ലേ? 75 കഴിഞ്ഞിട്ട് എവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്? നമുക്കറിയാവുന്നത്
50 വരെ ഇതാണ്. അപ്പം 51 തൊട്ട് 20 20 മുകളിലോ വരാം അല്ലേ? 51 തൊട്ട് 20 20 മുകളിൽ വരാം. ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ 20 തൊട്ട് 30 വരെ, 20 തൊട്ട് 30 വരെ 40 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 40 നമ്പേഴ്സ് ഉണ്ട്. അതായത് 40 നമ്പേഴ്സ് ഈ റേഞ്ച് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 10 വാല്യൂസാണ് ഉള്ളത് അല്ലേ? 10 വാല്യൂസ്, 20 21 അങ്ങനെ എടുത്ത് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 10 വാല്യൂസാണ് ഉള്ളത്. അപ്പം 40 നമ്പേഴ്സ് 10 വാല്യൂസിൽ ഒക്യുപ്പൈ ചെയ്ത് നിൽക്കണം അല്ലേ? 40 നമ്പേഴ്സ് 10 വാല്യൂവിൽ ഒക്യുപ്പൈ ചെയ്ത് നിൽക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ 75ാമത്തെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരു നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/40, അതായത് 1/4 ഒക്യുപ്പൈ ആണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ 50 കഴിഞ്ഞു. 50 കഴിഞ്ഞിട്ട് 25 നമ്പേഴ്സ് ഇനിയുണ്ട്. 50 കഴിഞ്ഞിട്ട് 25 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 50 കഴിഞ്ഞിട്ട് 25 നമ്പർ, 25 അല്ലെങ്കിൽ 25ാമത്തെ നമ്പർ ഏത് പൊസിഷനിലാണ് ഒക്യുപ്പൈ ചെയ്യണമെന്ന് നോക്കുക. എത്ര? ബൈ 4, അതായത് 6.25 വാല്യൂ ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് 40 കഴിഞ്ഞ് 10 വാല്യൂസ് വരും. അതിൽ ഒരു നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/40 വാല്യൂ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 25 25 എങ്ങനെ വന്ന? ഇത് കഴിഞ്ഞിട്ട് 25 ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ 25 ബൈ 4, 6.25 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത്. അപ്പം 20 + 6.25 ആണ് നമ്മുടെ മീഡിയനായിട്ട് വരുന്നത്. ഇതിനേക്കാളും നല്ലത് ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് ടേംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. പഠിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മീഡിയം കണ്ടുപിടിക്കുക. ഇക്വേഷൻ ആകുമ്പോൾ ഇത്ര ചിന്തിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവസ്റ്റ് ഫ്രീക്വൻസി നമ്പർ ഓഫ് ടൈംസ് സി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയൻ വരുന്ന എത്രാമത്തെ ടേം ആണോ അതിന് തൊട്ട് മുമ്പുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ n/2 ഒക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി. എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഞ്ചിൻ്റെ വ്യത്യാസം. ഇതായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് മീഡിയനിൽ മെയിനായിട്ടുള്ളത്.